സാറ് പറയും ഇമോഷണലായിട്ട് കാണരുതെന്ന്. പക്ഷെ എപ്പോഴും നടക്കാറില്ല. നമ്മൾ ആഗ്രഹം എപ്പോഴും പീക്കായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കടക്കാതാകുമ്പോൾ ഒരു ഇതുണ്ടാവാറുണ്ട്. +2 പഠിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, പക്ഷെ തീരെ കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് ആദ്യം വേണ്ടത് അതാണല്ലോ. അറിയാതെ ഇപ്പോൾ ഉറങ്ങിപ്പോയാലും അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ഫെഡപ്പായി തോന്നിയാലും അടുത്തൊരാൾ വന്ന് നമ്മളെ തട്ടുമ്പോൾ അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് എല്ലാ ദിവസവും ഒന്നും ഒരേപോലെ ആയിരിക്കില്ല. എന്ന് വെച്ചാൽ ചില സമയത്ത് ഭയങ്കര ഡിപ്പ് ഉണ്ടാവും. അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ സുവോളജിയാണ് ചെയ്തത്. എനിക്ക് +2 പഠിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, പക്ഷെ തീരെ കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് ആദ്യം വേണ്ടത് അതാണല്ലോ. അപ്പോൾ ഞാൻ ക്രാക്ക് ചെയ്യാൻ പറ്റൂല, മീൻസ് എനിക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റൂല എന്നായിരുന്നു. പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പം ഈ പാഷൻ ഭയങ്കരമായിട്ട് വന്നപ്പോൾ ഒരു ട്രൈ എന്തായാലും ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ പിന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് പിന്നെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് അറ്റംപ്റ്റ് ചെയ്തത്. കഴിഞ്ഞ കൊല്ലം അറ്റംപ്റ്റ് ചെയ്തു, അത് കിട്ടിയില്ല. ഈ കൊല്ലം വീണ്ടും അറ്റംപ്റ്റ് ചെയ്യാം. ഫസ്റ്റ് തൊട്ടേ ആഷിഖ് സാറൊക്കെ പറയായിരുന്നു നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്നത് നല്ലതാണെന്നുള്ളത്. ഞാൻ റിപ്പീറ്റിൻ്റെ തുടക്കം മുതലേ ഒരു 10 minutes ഒക്കെ എല്ലാ ദിവസവും വൈകുന്നേരം ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഫിസിക്കലി എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് സ്ട്രെസ് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മീൻസ് മൊത്തത്തിൽ പോവില്ല, പക്ഷെ എന്തായാലും കുറച്ചൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ബ്രീത്തിങ് എക്സസൈസും അതൊക്കെ. കാരണം ഞാൻ ഒരു ഗ്യാപ്പ് എടുത്ത് വന്നതുകൊണ്ട് ഫിസിക്സ് ഒരു ഐഡിയ ഇല്ലാതെയാണ് കയറിയത്. അപ്പം ഇവിടുത്തെ വീഡിയോ ക്ലാസ്സസ് ഒക്കെയാണ് മെയിനായിട്ട് എനിക്ക് ഫിസിക്സ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ സഹായിച്ചത്. അപ്പം ക്ലാസ്സസ് ഒക്കെ ഭയങ്കര ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഫിസിക്സ് കുറച്ചുകൂടിയും അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ഫിസിക്സ് ആയിരുന്നു ഭയങ്കര ടഫ്, മീൻസ് ഒന്നും അറിയില്ലായിരുന്നു. അപ്പം ഇപ്പം ഫിസിക്സ് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ എനിക്കങ്ങനെ ചെയ്യാൻ തുടങ്ങാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടി ഇഷ്ടം കെമിസ്ട്രിയാണ്. അത് പക്ഷെ കുറച്ചൊക്കെ അറിയായിരുന്നു. കെമിസ്ട്രിയിൽ ഡിഗ്രി പഠിക്കുമ്പോൾ കോംപ്ലിമെൻ്ററി സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്, അപ്പോൾ കുറച്ചറിയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് കുറച്ചുകൂടിയും സബ്ജക്റ്റിനോട് ഇഷ്ടം തോന്നിയത് കെമിസ്ട്രിയാണ്. ഇപ്പോൾ അഷ്റഫ് സാറൊക്കെ ആയതുകൊണ്ടായിരിക്കും, പക്ഷെ ക്ലാസ് അങ്ങനെ ഭയങ്കര അടിപൊളി ആയതുകൊണ്ട് കെമിസ്ട്രി കുറച്ചുകൂടി ഇഷ്ടമാണ്. ഫിസിക്സ് കുറച്ചുകൂടി ഈസിയറായി. ആദ്യം ചെയ്തത് കോഡ് ബ്ലൂ ആണ്. NCERT കുറച്ചുകൂടി ടഫർ ആയതുകൊണ്ട്, കോഡ് ബ്ലൂ ടഫർ അല്ല എന്നല്ല, പക്ഷെ കോഡ് ബ്ലൂവിൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ ആദ്യം കോഡ് ബ്ലൂ ചെയ്തിട്ട് പിന്നെ ഞാനൊന്ന് റെഡിയായി ആ ചാപ്റ്റർ കുറച്ച് ഗ്രിപ്പ് ഉണ്ടെന്ന് കാണുമ്പോഴാണ് NCERT ചെയ്യാറ്. NCERT നല്ലോണം ചെയ്തിട്ടുണ്ട്. ഒരു 2 to 3 times NCERT ചെയ്തിട്ടുണ്ട്. കോഡ് ബ്ലൂ അതേപോലെ ഒരു 2 തവണയെങ്കിലും ചെയ്തെടുത്തിട്ടുണ്ട്. സെൽഫ് ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്. മാർക്ക് കുറയുന്ന സമയത്ത് വല്ലാണ്ട് ഇങ്ങനെ ചിന്തിക്കലുണ്ട്, ഈ പ്രാവശ്യം എത്തുമോ. ഞാൻ അത്യാവശ്യം കുറച്ചുകൂടി പേഴ്സണലായിട്ട് ഇമോഷണലായിട്ട് കാണുന്ന ഒരു കൂട്ടത്തിലാണ്. മീൻസ് കുറച്ചുകൂടി മാർക്ക് അങ്ങനെ ഓറിയൻറ്റഡ് ആയിട്ടല്ല, ബിക്കോസ് ഇതിൻ്റെ പാഷൻ ആയതുകൊണ്ട് ഇതെന്തായാലും കിട്ടിയേ മതിയാവുള്ളൂ എന്നുള്ളൊരു ആഗ്രഹത്തിൽ വർക്ക് ചെയ്യണം. അപ്പം സാറ് പറയും ഇമോഷണലായിട്ട് കാണരുതെന്ന്, പക്ഷെ എപ്പോഴും നടക്കാറില്ല. അങ്ങനെ വരുമ്പോൾ ഡൗൺ ആവും. പക്ഷെ അടുത്തതിലേക്ക് കയറണം എന്നുള്ള രീതിയിൽ വീണ്ടും അപ്പോൾ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കും. എനിക്ക് നിർത്തണം എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല, ബിക്കോസ് ഞാൻ അത്രയ്ക്കും ആഗ്രഹമായിട്ട് വന്നതുകൊണ്ട് ഇതൊരിക്കലും നിർത്തരുത് എന്ന് എനിക്കറിയാം. നല്ല പക്ഷെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഫെഡപ്പ് ആവാറുണ്ട്. ഞാനെവിടെ എത്തുന്നില്ലല്ലോ, അങ്ങോട്ടേക്ക് എത്തുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 600, അപ്പോൾ ഒരു സമയത്ത് 550 ഭയങ്കര സ്റ്റക്കായിരുന്നു. അപ്പോൾ 600 ചെയ്യുമ്പോൾ അപ്പോൾ എങ്ങനെ അടുത്തിട്ട് 600 എത്തില്ല. പിന്നെ ഒരു സമയത്ത് 600 സ്റ്റക്ക്, 620, 630, പിന്നെ എങ്ങനെയായിട്ടും അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആഗ്രഹം എപ്പോഴും പീക്കായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കടക്കാതാകുമ്പോൾ ഒരു ഇതുണ്ടാവാറുണ്ട്. ഞാൻ അത്ര സ്ട്രക്ചേർഡ് ആയിട്ട് ഒരാളല്ല. എന്നുവെച്ചാൽ എനിക്കങ്ങനെ കുറച്ച് കാര്യം അവിടെ ചെയ്യും, കുറച്ച് കാര്യം ഇവിടെ ചെയ്യും, മൊത്തത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം റുട്ടീൻ ബിൽഡ് ചെയ്യാൻ വല്ലാണ്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പം എണീക്കുന്നതായാലും ഞാൻ അങ്ങനെ പ്രോപ്പറായിട്ട് കിടന്നുറങ്ങുന്ന, പ്രോപ്പറായിട്ട് എണീക്കുന്ന ഒരാളല്ല. എനിക്കൊരു തോന്നിയ പോലെ ടൈമിൽ വീട്ടിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഇവിടെ വന്നേ പിന്നെയാണ് കുറച്ചുകൂടി സ്ട്രക്ചേർഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ കറക്റ്റ് ഞാൻ നൈറ്റ് ബാച്ചാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ രാത്രി ഒരു 1:30 ആകുമ്പോൾ കറക്റ്റ് കിടക്കും, കറക്റ്റ് 8 മണിക്ക് എണീക്കും, പിന്നെ പഠിക്കും കറക്റ്റ് ഓർഡറായിട്ട്. പിന്നെ എനിക്കൊന്ന് ഞാൻ അങ്ങനെ വെള്ളം കുടിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്നേ പിന്നെ പഠിക്കുന്നതിൻ്റെ ക്ഷീണം കൊണ്ടാണെന്ന് അറിയില്ല, ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളം എന്തായാലും കുടിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്കങ്ങനെ പറയാമെന്ന് വെച്ചാൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ നമ്മളെ ഭയങ്കരമായിട്ടും, അതായത് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും, അപ്പം അറിയാതെ ഇപ്പോൾ ഉറങ്ങിപ്പോയാലും അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ഫെഡപ്പായി തോന്നിയാലും അടുത്തൊരാൾ വന്ന് നമ്മളെ തട്ടുമ്പോൾ അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിട്ട് തോന്നിയിട്ടുണ്ട്. തിരിച്ചും ഞാനങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അവർ തിരിച്ചതേപോലെ ചെയ്യുന്നത്. അതെനിക്കങ്ങനെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്ര സമയമില്ലെങ്കിലും ഇപ്പം അവരത് പറഞ്ഞു തരും. വെച്ചാൽ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം അവരവരുടെ സമയവും അവരുടെ വിലപ്പെട്ട സമയം കളഞ്ഞിട്ടാണല്ലോ നമുക്ക് പറഞ്ഞു തരുന്നത്. ചോദിക്കാം, അപ്പോൾ അവർ പറയും ചെയ്യും ചോദിക്കുന്നതിന് പ്രശ്നമില്ല, എനിക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ അവരും കുറച്ചുകൂടി പഠിക്കുന്നുള്ള രീതിയിൽ. മീൻസ് എനിക്കങ്ങനെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ
പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായി തോന്നി. എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഫസ്റ്റ് ഞാൻ ഭയങ്കര ഉഷാറായിരിക്കും. ചിലവർക്ക് ഫസ്റ്റ് തുടങ്ങാനായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക, പക്ഷെ എനിക്ക് ഫസ്റ്റ് ഭയങ്കര ആവാശമായിരിക്കും. പക്ഷെ നടുവിലെത്തുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോൾ. ഇപ്പോൾ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് മന്തിൽ നല്ല ഉഷാറായിട്ട് പഠിച്ച്, പക്ഷെ ഒന്നറിയില്ലെങ്കിൽ ആ രീതിയിലങ്ങ് പഠിച്ച്, അപ്പം മാർക്ക് അങ്ങ് കൂടി. പക്ഷെ പിന്നെ കുറേ ടഫർ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ട്, അതായത് സബ്ജക്റ്റിനെക്കാട്ടും ചാപ്റ്റേഴ്സ് വന്നപ്പോൾ ഫസ്റ്റ് മന്തൊക്കെ നമുക്ക് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പം ഒരു പകുതിയൊക്കെ എത്തുമ്പോഴത്തേക്ക് അങ്ങോട്ട് മെക്കാനിക്സ് കയറാൻ തുടങ്ങിയപ്പം കയ്യിൽ നിന്ന് മൊത്തം പോയി. അപ്പം ആ രീതിയിൽ നല്ല ഡൗൺ ചില സമയത്തൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇരിക്കുക എന്നുള്ളത് പാടായിരുന്നു. അതിവിടെ വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് റെഡി ആയത്. ആദ്യത്തെ ഒരു സ്ട്രെച്ചിലൊക്കെ ഇപ്പോൾ ഒരു 12 മണിക്കൂർ ഇരിക്കാൻ പറയുന്നത് അത് ഭയങ്കര ടഫറായിരുന്നു എന്നെ സംബന്ധിച്ച്. കാരണം ഞാൻ അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടില്ല. അച്ഛനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഞാൻ ഈ വിഷ് പറഞ്ഞപ്പോഴും നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യ്, ഒരിക്കലും എന്നെ പ്രഷറൈസും ചെയ്തിട്ടില്ല. ഇതുവരെ എന്നോടും അങ്ങനെ മാർക്ക് എത്രയാ അങ്ങനെ രീതിയിൽ ചോദിച്ചിട്ട്, അപ്പം നമുക്കറിയാം മാർക്ക് ചിലപ്പം കുറവായിരിക്കും, പക്ഷെ വീട്ടിലെപ്പം വിളിക്കുകയാണെങ്കിൽ അച്ഛനൊന്നും ഇന്നേ വരെ, അമ്മയായാലും ശരി, ഒരിക്കലും എന്നെ വിളിച്ചിട്ട് മാർക്ക് എത്രയാണെന്ന് ചോദിച്ചിട്ടില്ല. കാരണം ചിലപ്പോൾ ഇനിയിപ്പോൾ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ പോലും നല്ല മാർക്ക് ഉണ്ടല്ലോ എന്ന് അവർ ഇങ്ങോട്ട് പറയും, പക്ഷെ ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് ചോദിക്കാറില്ല. അതെനിക്ക് വിഷമാവുന്നതുകൊണ്ടാണോ എന്നറിയില്ല, മേ ബി ആയിരിക്കാം. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും കിട്ടും, നന്നായിട്ട് ചെയ്യുന്നുള്ള രീതിയിൽ തന്നെയാണ് പറയാം. അച്ഛനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ കുറച്ചുകൂടി കണക്റ്റഡ് അച്ഛനായിട്ടാണ്. ഫസ്റ്റ് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് അച്ഛൻ. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് ആയാലും നൈബേഴ്സ് ആയാലും കോളേജിൽ കുറച്ച് പേരുണ്ട് ഫ്രണ്ട്സ് ആയിട്ട്. പക്ഷെ ഫസ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ എന്തായാലും അച്ഛനുണ്ടായിരിക്കും. കാരണം എൻ്റെ ഈ ജേണി കുറച്ചുകൂടി, ഇപ്പം അച്ഛന് ഫിസിക്സ് എന്താ കെമിസ്ട്രി എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും. എനിക്ക് സബ്ജക്റ്റ് വൈസ് ഞാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയില്ലായിരിക്കും. പക്ഷെ ഹാർഡ് വർക്കിൻ്റെ കാര്യം ഞാൻ ഇത്രയും ഗ്യാപ്പ് എടുത്ത് തുടങ്ങിയോണ്ട് അച്ഛനറിയാം ഞാൻ എത്ര ഫ്രം സീറോന്ന് തുടങ്ങിയെന്നുള്ളത്. അപ്പോൾ അച്ഛനാണ് കുറച്ചുകൂടി ഈ ജേണി കുറച്ചുകൂടി ഇന്നെ അടുത്തറിഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് അച്ഛൻ. നമുക്ക് എല്ലാ ദിവസവും ഒന്നും ഒരേപോലെ ആയിരിക്കില്ല എന്ന് വെച്ചാൽ ചില സമയത്ത് ഭയങ്കര ഡിപ്പുണ്ടാവും, അതങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും എല്ലാ ദിവസവും ഒരേപോലെ പീക്കായിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് എപ്പോഴും എല്ലാവരും വിചാരിക്കും, നോർമലായിട്ട് മനുഷ്യർ അങ്ങനെയാണല്ലോ. പക്ഷേ നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ല, ബിക്കോസ് നമുക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ടാവും. അങ്ങനെ ചിലപ്പോൾ തോട്ട്സൊക്കെ ഭയങ്കര ഡൈവേഴ്സിഫൈ ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് പഠിക്കുന്നതിൽ ചിലപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്, പക്ഷെ അത് അങ്ങനെയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡെയിലി കുറച്ച് ഫിസിക്കൽ എക്സസൈസിൽ ഇൻവോൾവ് ആവുന്ന എപ്പോഴും നന്നായിരിക്കും, കുറച്ചുകൂടി റിലീഫ് ചെയ്യാൻ. കാരണം എപ്പോഴും നമ്മൾ ഈ ബുക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഒന്നിങ്ങനെ ഡൗൺ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ അടിപൊളിയായിരിക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. ഇടയ്ക്കൊരു ഡിപ്പ് ഉണ്ടാവും, അത് ആക്സെപ്റ്റ് ചെയ്യാം. പിന്നെ എന്നിട്ട് അങ്ങനെ പഠിച്ചോ. എല്ലാവർക്കും എല്ലാ സമയവും ഫേവറബിൾ ആയിക്കൊള്ളണമെന്നില്ല.